നമസ്കാരമുണ്ട്. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രധാനമന്ത്രിക്ക് സുരേഷ് ഗോപി സാറിന്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ സാധനം എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫുള്ളായിട്ട് നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്കും ഒരു അഭിപ്രായം ഉണ്ടാവും. ഞാൻ 4800 തരം കരൾ രോഗത്തിന്, അതായത് 90% മനുഷ്യർക്ക് ഉപകരിക്കുന്ന രീതിയിൽ മരുന്ന് കണ്ടുപിടിച്ച് അത് 100%, 100%, 200% വിജയിച്ചിട്ടുള്ള ഒരു സാധനം കൊണ്ട് ഇരിക്കുന്നതാണ്. നിങ്ങൾക്ക് മരുന്ന് തരരുതെന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരും ചില CPMകാരുമാണ്. ഇത് സത്യമാണ്. ഇതിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഈ മരുന്നിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അവരിൻ്റെ വീടും ഇതൊക്കെ തച്ചു പൊളിച്ചിട്ടുണ്ട്. അതിലിവിടുത്തെ പണ്ഡിതന്മാർക്കൊക്കെ പങ്കുണ്ട് എന്ന് ഞാൻ സംശയിക്കാൻ വ്യക്തമായ കാരണങ്ങളുണ്ട്. വെറുതെ സംശയിച്ചൊന്നുമല്ല. അപ്പോൾ അന്ന് വരുന്നത് മറ്റൊരു വിഷയത്തിലേക്കാണ്. പിന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി വളരെ വേദനയോടുകൂടെ നമ്മുടെ നാട്ടുകാരോടൊരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിച്ചിരിക്കുന്ന നിലവിലത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ മുൻ മുഖ്യമന്ത്രി മരിച്ച വീഡിയോയിൽ പിന്നെ പിണറായി വിജയനാണ് മരിച്ച് എന്ന് പറഞ്ഞിട്ട് അനാവശ്യ ചുറ്റുപാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രതിഷേധം ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ആൾ മരിച്ചു എന്ന് പറഞ്ഞിട്ടല്ല ഉണ്ടാക്കേണ്ടത്. അത് വളരെ മോശമാണ്. മനസ്സിലായില്ലേ? അത് ഏതൊരാളാവട്ടെ, നിങ്ങൾക്ക് അവരെ കുറിച്ച് നിയമത്തിനോട് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് ശക്തമായിട്ട് നിയമത്തിനോട് പറയാം. അത് നിയമം വഴി കൊണ്ടുവരണം. അതാണ് ചെയ്യേണ്ടത്. അതിന് എന്ത് ചെയ്തോ എന്ന് എനിക്കറിയില്ല, കൊണ്ടുവരണം. അല്ലാണ്ട് മറ്റുള്ളതൊന്നും അതിന് യോജിക്കില്ല. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടുന്ന് രോഗിയായിട്ട് ചെന്ന ഒരാൾക്ക് ചികിത്സ കൊടുക്കാണ്ട് അവർ തിരിച്ചു പറഞ്ഞൊരു മറുപടി പിന്നെ ഇന്നത്തെ ആരോഗ്യമന്ത്രി വീണ വിജയൻ, അല്ല പിന്നെ നമ്മുടെ വീണ വിജയനല്ല, സോറി പറഞ്ഞത് തെറ്റി കേട്ടോ, മറ്റേ ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ, അവർ നേരിട്ട് അവരൊരു പോസ്റ്റ് കണ്ടു. അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം. ഞാൻ വളരെ കാലമായിട്ട് പൊതുജനങ്ങളോട് പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. മെഡിക്കൽ കോളേജുകളിൽ ഞരമ്പ് സംബന്ധിച്ചും എല്ല് സംബന്ധിച്ചും ഒരുപാട് കാലം ചികിത്സയിൽ നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ക്യാൻസർ രോഗികളെക്കുറിച്ച് ഒരാളിരുന്ന് പിന്നെ 2000 മില്യൺ കോടി അമേരിക്കൻ ഡോളർ ഈടാക്കുക എന്നതേ നിങ്ങൾക്കുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ചികിത്സ തരണമെന്ന് അതിനിവിടെ ഒരു ആശുപത്രി ഒരാളും തയ്യാറാവില്ല. അതിന് കാരണം നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ ബുദ്ധിയാണ്. നിങ്ങൾ സത്യം പറയുന്നവനെ അവിശ്വസിക്കും, അവൻ കുറ്റവാളിയായിട്ട് തള്ളിക്കളയും. നുണ പറയുന്നവരെ കയറ്റി വെക്കും. ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് തന്ന സമ്പാദ്യമാണ് ഈ പറയുന്നത്. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ആശുപത്രി വൃത്തങ്ങൾ പറയാണ്, ഒരു സുഖമില്ലാത്ത ഒരാളെ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടപ്പോൾ ഇനി ആരെങ്കിലും മരിച്ച് കട്ടിൽ ഒഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ കയറ്റി കടത്താൻ പറ്റൂ എന്നാണ്. നിങ്ങൾക്ക് സ്വാഭാവികമാകുമ്പോൾ മരണത്തിലേക്ക് മാത്രം നിങ്ങൾ ചിന്തിച്ചു ഇത് മോശമായി എന്നൊരു ധാരണ നിങ്ങൾക്ക് വരണ്ട. അതല്ല അതിൻ്റെ കാര്യം. അവരെടുത്ത് അതിനെ ഉദ്ദേശിച്ച മറ്റൊരു കാര്യമുണ്ടായി. മറ്റൊരു കാര്യം അത് നിങ്ങളോട് പറയാണ്ട് പറഞ്ഞു പോയതാണ്. അതെന്താണ്? ആസ്പത്രിയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒരാൾക്കും ചികിത്സ കിട്ടില്ല, മരിച്ചു പോവുക എന്നാണ്. നിങ്ങൾ എന്ത് പെരുമാറിയിട്ടും കാര്യമില്ല. അതാണ് അതിൻ്റെ സത്യം. അത് സത്യം തന്നെയാണ്. അല്ലാണ്ട് അവിടെ കുറയുന്ന ചികിത്സയിൽ എന്താ ഇപ്പോൾ ഒരു 30 ദിവസം മരുന്ന് കൊടുത്തിട്ട് ഒരാളെ സൂക്കട് മാറാത്ത 5 ദിവസം മരുന്ന് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ മാറ്റിയെടുക്കുന്നത്. 10 ദിവസത്തിനാണ് ഞാൻ എടുക്കുന്നത്. അത് 100% വിജയമാണ്. ചില ആളുകളോട് എന്നോടൊക്കെ നേരിട്ട് പറഞ്ഞിട്ട് ഇവിടെ വൃത്തിയില്ല, സംവിധാനമില്ല എന്ന്. അതൊക്കെ നിങ്ങൾ കിട്ടുന്നിടത്ത് പോയി നോക്ക്. വിഷവൈദ്യന്മാരുടെ ഭാഗം ആനപ്പന്തിയിലെ പോലെയാണ്. അത് നിങ്ങൾ ആദ്യം പഠിക്കുക. അതാണ് പഠിക്കേണ്ടത്. ഇവിടെ വന്നു പോയ ഒരുത്തൻ ഇവിടുന്ന് എണിച്ച് പോയി കുളിച്ചാൽ നല്ല കണ്ടീഷനായിട്ട് നിൽക്കാൻ കഴിയണം. നല്ല കണ്ടീഷനായിട്ട് ഇവിടുന്ന് എണിച്ച് പോകുന്നത് അമേരിക്കൻ പ്രസിഡൻറ്റ് പിന്നെ ട്രംപാണ് എന്ന് കരുതുക. അല്ലെങ്കിൽ സാധാരണക്കാരൻ ഒരു കൃഷിപ്പണിക്കാരാണെന്ന് വിചാരിക്കുക. എൻ്റെ അടുത്ത് പോയി ചെറുതൊന്ന് മേല് വെള്ളം ഒഴിച്ച് നിങ്ങളുടെ അമ്പലം എവിടെ വെച്ചാൽ അവിടെ പോയി ഒന്ന് വട്ടത്ത് തിരിഞ്ഞ്, അതായത് അമ്പലത്തിൻ്റെ വിക്രിയകളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് എങ്ങനെ ആചാരമെങ്കിലും അത് ചെയ്ത് അത് കഴിഞ്ഞ് നല്ലൊന്ന് കുളിച്ച് ശുദ്ധിയായി പുറത്തേക്ക് ഇറങ്ങിയാൽ 100% വിജയിക്കണം. അതാണ് ഇവിടെ. മനസ്സിലായില്ലേ? കിച്ചൻ്റെ ചട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കിച്ചൻ്റെ ഉള്ളിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സാധനങ്ങളിൽ എണ്ണച്ചട്ടി കണ്ടിട്ടുണ്ടോ? അതിൻ്റെ അടിയിൽ എന്താ കത്തുന്നത്? തീയാണ്. അതിന് മുകളിൽ എന്താ ഉള്ളത്? നിങ്ങൾ എന്താണോ അതിലിട്ട്
പാത്രം നിങ്ങൾ മാറ്റുന്നില്ലല്ലോ. ഇറച്ചി വെക്കാനും ബിരിയാണി വെക്കാനും അല്ലെങ്കിൽ മറ്റുള്ളതായിട്ട് ഈ പാത്രം നിങ്ങൾ മാറ്റുന്നില്ലല്ലോ. ഇന്നലെ ഇറച്ചി വെച്ചതിലായിരിക്കും ഇന്ന് മീൻകറി വെക്കുക, അല്ലെ ഇന്ന് മീൻകറി വെച്ചതിലായിരിക്കും ഇന്ന് നാളെ ഇറച്ചി വെക്കുക, അല്ലെങ്കിൽ അതുപോലെ മറ്റൊരു പാത്രത്തിലാണ് സ്ഥിരമായിട്ട് ചോറ് വെക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ ചോറിൻ്റെ പാത്രത്തിൽ ഇറച്ചി പുഴുങ്ങാറില്ലേ, പൂളക്കിഴങ്ങ് പുഴുങ്ങാറില്ലേ? ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം, ചിന്തിക്കാനുള്ള വിഷയമാണ്. കാരണം കരഞ്ഞുകൊണ്ട് വന്നു കണ്ട നാലാളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അവിടുന്ന് പോകുന്നത്. അതുമാത്രമല്ല, സമൂഹത്തിനോട് ദ്രോഹം ചെയ്യുകയാണ് ഇന്നത്തെ മുഴുവൻ ആശുപത്രികളും. ഒരു മരുന്നും കണ്ടുപിടിക്കാണ്ട് ചെറ്റത്തരം മാത്രം പ്രയോഗിക്കും. അതുമാത്രമല്ല, ജനങ്ങളെ അനാവശ്യം പറഞ്ഞിട്ട് അവരിരുന്ന് ഇവർ വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ ഈടാക്കുക. എന്നിട്ട് ഇവർ മയക്കുമരുന്ന് ചുണ്ടിൻ്റെ ഇടയിലും ഇൻസുലിൻ കയറ്റിയിട്ടൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുക. എന്നിട്ട് സമൂഹത്തിൻ്റെ ഇടയിൽ ഇവനാണ് ബുദ്ധിമാൻ എന്നാക്കി തീർക്കുക. ഇതൊക്കെ ഒരു തരം ശരിക്കും മാനസിക രോഗമാണ്. നിങ്ങളിതിന് ശരിക്കും ചികിത്സ ചെയ്യണം. ഇവിടുത്തെ മുഴുവൻ ഡോക്ടർമാർക്ക് ആദ്യം ചെയ്യേണ്ടത് മാനസിക രോഗത്തിനുള്ള ചികിത്സയാണ്. മനസ്സിലായില്ലേ? പിന്നെ പൊതുജനങ്ങളോട് ഞാൻ പറയാനുള്ളത് പറയാനുള്ളതാണ് എൻ്റെ ഈ കസാല, അല്ലെങ്കിൽ ഇതിൽ പട്ടി കയറിയിരിക്കും. നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ ആദ്യം മാറ്റിമറിക്കണം. സത്യവും നുണയും തിരിച്ചറിയണം. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. സത്യവും നുണയും തിരിച്ചറിയണം. കള്ളത്തരം പറഞ്ഞാൽ ആരായാലും വേണ്ടില്ല. എൻ്റെ മുന്നിൽ ഞാൻ മുഖ്യമന്ത്രിയായിട്ട് എൻ്റെ മുന്നിൽ കള്ളത്തരം പറഞ്ഞ് രേഖയിൽപ്പെട്ടാൽ അവർക്ക് പണി പറയുന്നുണ്ട്. അതേ സ്ഥാനത്ത് എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇനി മേലിൽ ഞാൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് വന്നാൽ ഇത് വായിച്ചതിൻ്റെ ശേഷം അവനോട് ചോദിക്കും ഈ സാധനം എന്താണെന്ന്. ഇവനെ അതിൽ എഴുതി വെച്ച രണ്ടാമത് ഇവൻ പറഞ്ഞാൽ ഒരു ചാൻസ് അവനക്കുണ്ട്. മനസ്സിലായില്ലേ? ഒരു ചാൻസ് ഉണ്ട്. അത് നല്ല നടപ്പിനുള്ളതാണ്, അല്ലാണ്ട് നിങ്ങളെ തോന്നിയാസം കളിക്കാനുള്ളതൊന്നുമല്ല. അത് ചെയ്യും ചെയ്യരുത്, അത് ചെയ്യാനല്ല. അത് ഇത്തരത്തിലാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടുത്തെ ആശുപത്രി സംവിധാനങ്ങൾ, അതായത് വൃക്ക, കിഡ്നി, മൂത്രസഞ്ചി, പിന്നെ അന്നം പോകുന്ന കുഴൽ, അന്നനാളം, തൊണ്ടക്കുഴൽ, കണ്ണിൻ്റെ ഞരമ്പ്, അതാണ് കണ്ണിൻ്റെ ഞരമ്പ്. ഇതൊക്കെ മരുന്നിൽ നേരാക്കി എടുക്കലാണ് ഞാൻ. മരുന്നിലാണ് നേരാക്കുന്നത്, ഓപ്പറേഷൻ ചെയ്തിട്ടല്ല. ഓപ്പറേഷൻ ആവശ്യമില്ല, അതിന് കീമോതെറാപ്പി ആവശ്യമില്ല. ബ്ലഡ് ഒരാൾക്ക് കയറ്റരുത്, രക്തം കുത്തിയെടുക്കരുത്, രക്തം കയറ്റരുത്, മരുന്ന് കുത്തി വെക്കണ്ട. മനസ്സിലായോ? മരുന്ന് കുത്തി വെക്കണ്ട. ഞാൻ കണ്ടുപിടിച്ച സാധനങ്ങളാണ്. വായിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ തന്നെ അത് ശരിയാവും. വായിൽ മുറി ഉണ്ടായാൽ ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് മുറി വന്നാൽ നിങ്ങളുടെ ഈ കളി നടക്കില്ല. അതിനനുസരിച്ച് വൈദ്യം മാറി മറിയണം. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഉള്ളിൽ കൂടെ സാധനം ഇറക്കി കളയാൻ നമ്മുടെ കർമ്മൂസക്കായ്ക്ക് മാത്രമേ പറ്റൂ. നിങ്ങൾ ചിന്തിച്ച് നോക്കണം, കർമ്മൂസക്കായ്ക്ക് മാത്രമേ പറ്റൂ. അതാ രസം. അത് ഒരിക്കലും കൊണ്ട് ഒരു ചുറ്റുപാടും കൊണ്ടാവില്ല. അത് ആ മുറി മാറ്റിയതിൻ്റെ ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് മരുന്നുണ്ട് ഇറങ്ങി ചെല്ലണം. മറ്റേ ഇത് ശരിയാവും. അത് കരലോകത്തിൻ്റെ മരുന്ന് വേണം. മനസ്സിലായില്ലേ? നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് പറ്റില്ല. ഇതിൽ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല, കെമിക്കൽ ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾ ചിന്തിക്കണം, കെമിക്കൽ ഉപയോഗിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല, ചുണ്ണാമ്പിട്ട വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല, ചുണ്ണാമ്പ് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കാൻ പറ്റില്ല. മണ്ണെണ്ണയിൽ മനുഷ്യ ശരീരത്തിലുണ്ടായിരുന്ന പുഴുക്കളെ തൽക്കാലം കൊല്ലാൻ മണ്ണെണ്ണയ്ക്ക് പറ്റും, മനുഷ്യനെ കൊല്ലാനും പറ്റും. എന്നാൽ മനുഷ്യൻ്റെ അടുത്ത് പുഴുത്തുണ്ടാകുന്ന പുഴുക്കളെ കൊല്ലാൻ ഈ മണ്ണെണ്ണക്കോ ഈ വിദ്യക്കോ സാധിക്കില്ല. അതിന് എൻ്റെ മരുന്നിനെ സാധിക്കും. ഓരോ മരുന്നിനെ, ഈ മരുന്ന് ഞാൻ ഉണ്ടാക്കിയതല്ല, സർവശക്തനായ റബ്ബാണ്. എനിക്കതിൽ യാതൊരു റൂളുമില്ല. എൻ്റെ ഈ റൂള് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്, ഇത് മറ്റൊരുത്തൻ്റെ അടുത്താണെങ്കിൽ അവൻ്റെ അടുത്ത് പോയി പാത്രം കാട്ടാണ്ട് പറ്റില്ല. ഞാൻ അമേരിക്കൻ ഡോക്ടർ സാഹിബിൻ്റെ അടുത്ത് പോയിട്ട് 25 രൂപ കൊടുത്തിട്ടന്ന് ഇഞ്ചക്ഷൻ വെപ്പിച്ചിരുന്നു. ഈ 25 രൂപക്ക്, അന്നത്തെ 25 രൂപക്ക് 2.5 ആളുടെ പണിക്കൂലിയാണ്. 2.5 ആളുടെ പണിക്കൂലിയാണ് 25 രൂപ. മനസ്സിലായോ? എന്നിട്ട് വെച്ചിട്ട് ഈ കാര്യം നടക്കാത്തതാണ് ഇപ്പം ഒന്ന് ശരിയാക്കുന്നത്. 2.5 ആളുടെ പണിക്കൂലിയാണ് ഒരു സൂചി. ഇത് എത്ര മാസത്തിനാണ്? ഒരു മാസത്തിനാണ്. ഒരു മാസത്തിന് 2.5 ആളുടെ പണിക്കൂലി കൊടുത്തിട്ടാണ് ഒരു സൂചി വെക്കുന്നത്. ആ സൂചി വെച്ചെടുത്താൽ നമ്മുടെ ചൊറി തൽക്കാലം കംപ്ലീറ്റ് മാറി. ആ മുഴയൊക്കെ ഇല്ലാണ്ടാവും. എന്ത് കാര്യമുണ്ട്? 31ാമത്തെ ദിവസം വീണ്ടും പഴയതുപോലെ ഉണ്ടാവും. 31ാമത്തെ ദിവസം ആ സാധനമാണ് ഞാൻ ഈ 5 ദിവസത്തെ മരുന്നിൽ പരിപൂർണമായിട്ട് മാറ്റിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഈ 10 ദിവസത്തെ മരുന്നിൽ പരിപൂർണമായി മാറ്റിയെടുക്കുന്നത്. വട്ടച്ചോറി ഉണ്ടായാൽ നിങ്ങൾക്ക് വെള്ളപ്പാണ്ട് വരാതിരിക്കാനും വേണമെങ്കിൽ ഞാൻ മരുന്ന് ചെയ്യണം, അല്ലാതെ നടക്കില്ല. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
ആശുപത്രിയുടെ കാര്യങ്ങൾ നിങ്ങൾ ബോധം ഉണ്ടാവണം. നിങ്ങൾ ആരോഗ്യമന്ത്രി പറയുന്നത് കണക്കാക്കി നിങ്ങൾ മൂളിയിട്ട് നിങ്ങളുടെ പാർട്ടി അനുസരിച്ച് നിന്നാൽ നമുക്ക് ഈ നാട്ടിൽ വേണ്ടത് സമാധാനമാണ്. എല്ലാവർക്കും ജോലിയാണ്. പിന്നെ പരസ്പര സ്നേഹം വേണം. നിങ്ങൾ ഏത് പാർട്ടിക്കാരനായാലും ഏത് വർഗ്ഗമാണെങ്കിലും നിങ്ങളുടെ തൊട്ട അയൽവാസികൾക്ക് ദ്രോഹം ചെയ്തിട്ട് നിങ്ങളിരിക്കരുത്. അത് തെറ്റാണ്. ആരും ചെയ്യരുത്. അവൻ്റെ അടുത്തൊരു പാകപ്പഴമുണ്ടെങ്കിൽ അതെന്താണെന്ന് പറയട്ടെ, അത് വേണ്ട മാതിരി ചുറ്റുപാടുണ്ടാക്കാൻ പോകണം. നേരെ മറിച്ച് ഇന്ന് നിങ്ങൾ ചെയ്യുന്നതൊക്കെ അവനെ എങ്ങനെ കേസിൽ കൊടുക്കാം, എങ്ങനെ മയക്കുമരുന്നിലും മദ്യത്തിനെ കൊണ്ട് അവനെ കൊണ്ട് കഴിപ്പിക്കാം എന്ന് കണക്കാക്കി നിങ്ങൾ ഇറങ്ങരുത്. മഹാ അബദ്ധമാണ്. മനസ്സിലായില്ലേ? പിന്നെ ഒരു കാര്യം കൂടി, ഇസ്രായേലുകൾ ഇതുവരെ ആ പിഞ്ചു കുട്ടികളെ കൊന്നിരുന്നു. ഇസ്രായേലിൻ്റെ കുട്ടികളെയും കൊന്നിരുന്നു, പിന്നെ മുസ്ലിം കുട്ടികളെയും കൊന്നിരുന്നു. അത് മുസ്ലിമാണോ പിന്നെ നസറാണിയാണോ എന്നൊന്നുമല്ല എൻ്റെ മുന്നിൽ. അത് കൊലപാതകമാണ്. അതിന് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? അത് നെതന്യാഹു ചെയ്തത് വളരെ മോശമാണ്. നെതന്യാഹുവിൻ്റെ ഈ തരം പ്രവർത്തികൾ ആര് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ മാറ്റി വെക്കണമെന്നാണ് എൻ്റെ ദയനീയമായ അപേക്ഷ. അസ്സലാമു അലൈക്കും.